11 തൊട്ടാണല്ലോ നമ്മൾ നോക്കുന്നത്. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. I make known to you, or I would have you known. Would have you know. Sometimes used to introduce the narrative portion of a speech. ഫിലോസഫേഴ്സും മോറലിസ്റ്റും ഒക്കെ അന്ന് ആ നിലയിൽ ഒരു സ്പീച്ച് ചെയ്യുമ്പോൾ അവരുപയോഗിക്കുന്ന ഒരു പ്രത്യേക ഫ്രേസാണ്. സഹോദരൻ, ഞാൻ അറിയിച്ച സുവിശേഷം. അദ്ദേഹം നേരത്തെ ആ ദൈവജനത്തോട് താൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സുവിശേഷം മാനുഷികമായ രീതിയിലല്ല അദ്ദേഹം ശുശ്രൂഷിച്ചത് എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. അപ്പോക്കാലിപ്സ് എന്ന് പറയുന്ന ഒരു പദമാണ് ഉപയോഗിക്കുന്നത് അദ്ദേഹം. അതിന്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ സംതിങ് റിവീൽ, ഒരിക്കൽ ഹൈഡ് ചെയ്യപ്പെട്ടിരുന്ന ഒരു കാര്യം അത് റിവീലാക്കപ്പെട്ടിരിക്കുന്നതായിട്ട് അദ്ദേഹം മനസ്സിലാക്കി. അത് ക്രിസ്തുവിൽ നിന്ന് ഡയറക്റ്റ് തനിക്ക് കിട്ടിയ വെളിപ്പാട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്, മനുഷ്യരോട് പ്രാപിച്ചതല്ല. അപ്പൊ അദ്ദേഹം അതിന്റെ ആധികാരികത പറയുകയാണ്. ആ സുവിശേഷത്തിന്റെ ആധികാരികത അദ്ദേഹത്തിന് വളരെ നിശ്ചയമുണ്ട്. നമ്മള് ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യരിൽ നിന്ന് പ്രാപിക്കുന്നതിന് അപ്പുറമായിട്ട് ക്രിസ്തുവിൽ നിന്ന് നമ്മളുടെ ഡോക്ട്രിൻസ് മനസ്സിലാക്കിയിരിക്കണം. വചനം വായിച്ച് ഇത് നമ്മുടെ ആത്മാവ് നമ്മളോട് സംസാരിക്കും, ഇത് റൈറ്റ് ആയിട്ടുള്ള സുവിശേഷമാണെന്ന് നമ്മളോട് പറയുന്ന ഇന്റർപ്രിട്ടേഷൻ ഒക്കെ. ഹല്ലേലൂയ. ചില സമയത്ത് നമ്മൾ ചില ഇന്റർപ്രിട്ടേഷൻസ് കേൾക്കുന്ന ഉടനെ അത് മാനുഷികമായ ഇന്റർപ്രിട്ടേഷനായിട്ട് നമ്മളോട് സ്പിരിറ്റ് സംസാരിക്കാൻ തുടങ്ങും. അവിടെ നമ്മൾ ഡിസൈൻ ചെയ്ത് അതിൽ നിന്ന് ഒഴിവുള്ളവരായി കയറണം. അതുകൊണ്ടാണ് കർത്താവിന്റെ ദാസൻ പറയുന്നത്, മനുഷ്യരുടെ കയ്യിൽ നിന്നല്ല ഞാൻ ഇത് പഠിച്ചത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിലത്രേ പ്രാപിച്ചത്. അദ്ദേഹത്തിന്റെ ഡമസ്കോസിലെ കർത്താവുമായിട്ടുള്ള മീറ്റിങ്ങിൽ അതൊക്കെയാണ് അദ്ദേഹം അവിടെ ഉദ്ദേശിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് താഴെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്ര പ്രാപിച്ചത്. യഹൂദ മതത്തിലെ എന്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കാണുന്ന അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അദ്ദേഹം എങ്ങനെ ആണ് കാര്യങ്ങളെ ഡീൽ ചെയ്തിരുന്നത്. അന്നത്തെ ക്രിസ്തീയ സമൂഹത്തെ അദ്ദേഹം വളരെ അധികം തീവ്രതയോടെ സെലസായിട്ട് അദ്ദേഹം എതിരിട്ടതുമൊക്കെ നമ്മൾ അവിടെ കാണുന്നു. അപ്പം നിങ്ങള് അതിൽ കൂടുതൽ എരിവുള്ളവരായിട്ട് യഹൂദ മതത്തെ കുറിച്ചുള്ള എരിവ് എന്നോട് പറയണ്ട. എനിക്കറിയാം യഹൂദ മതത്തിന്റെ എരിവ് എന്തുവാണെന്ന്, ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവനാണ് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം അവിടെ സംസാരിക്കുന്നത്. യഹൂദ മതത്തിലെ എന്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും എന്റെ പുതു പാരമ്പര്യത്തെ കുറിച്ച് അത്യന്തം എരിവേറി എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു. Advancing is the technical language of philosophical schools for progress in one's studies, but it was also current in diaspora Judaism and could naturally be applied. The Palestinian Jewish image of seal was commonly rooted in the model of Phinehas, Numbers 25:11 നമ്മൾ കാണുന്നു. And the Maccabees who were willing to kill for God, ദൈവത്തിന് വേണ്ടി മരിക്കാനായിട്ട് തയ്യാറാകുന്ന ഒരു കൂട്ടം ആൾക്കാർ, അവരെ കുറിച്ചാണ് ഈ പറയുന്നത്. എരിവുള്ളവർ. ഹല്ലേലൂയ. അത്യന്തം എരിവേറി ഞാൻ നടന്നിരുന്നു. ഹല്ലേലൂയ. അപ്പൊ എന്റെ മുമ്പിലത്തെ നടപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എരിവല്ലായിരുന്നു. അത്രയും എനിക്ക് എരിവുണ്ടായിരുന്നു.
ഇത് ആരെ കുറിച്ചാ പറയുന്നത്? എന്തിനു വേണ്ടിയായിരിക്കും ഇദ്ദേഹം ഇത് ഈ ബിൽഡപ്പ് ഒക്കെ ചെയ്യുന്നത്? സഭയ്ക്കകത്ത് കടന്നു വന്നിട്ട് ജുഡൈസ്റ്റിക് കൾച്ചർ വേണമെന്ന് പറയുകയും ആ ട്രഡീഷൻ കൊണ്ടുവന്ന് സഭയ്ക്കകത്ത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ സംസാരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗങ്ങൾ എന്താ പണ്ടത്തെ സ്വഭാവമൊക്കെ നിനക്ക് അറിയാമോ എന്ന് ചോദിക്കത്തില്ലേ? നാളെ എന്താ പണ്ടത്തെ സ്വഭാവത്തിനായിരുന്നെങ്കിൽ അദ്ദേഹം പറയാണ്, ഞാനിതിൽ നിന്നെക്കാട്ടി വലിയ എരിവുള്ളവനായിരുന്നു, ഞാൻ വലിയ പുള്ളിയായിരുന്നു. നീ എൻ്റെ അടുത്ത് ഈ ജൂഡൈസ്റ്റിക് ഈ ട്രഡീഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇത് ഞാൻ ഇതിനകത്ത് ജനിച്ചു വളർന്നവനാ, ഞാൻ ഇതിനകത്തായിരുന്നു. അത്യന്തം പെരുമേറിയ എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദമതത്തിൽ അധികം മുതിരുകയും ചെയ്തു. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച്, എന്ന് പറഞ്ഞാൽ ഈ ജൂഡൈസ്റ്റിക് ചിന്താഗതി റൂട്ടഡ് ആയ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൽ നിന്ന് ആ വേരിനെ പറിച്ചു കളഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ കുറിച്ച് അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുറെ ബാഗേജ്, നമ്മളുടെ പാരമ്പര്യത്തിന്റെ കുറെ ബാഗേജ് നമ്മൾ എപ്പോഴും എവിടെങ്കിലും ഒക്കെ കൊണ്ടുവരും, അല്ലേ? പല ബാഗേജ് ഉണ്ട്. ഇപ്പൊ നമ്മള് ഇന്ത്യനാണ്, എസ്പെഷ്യലി നമ്മൾ കേരളക്കാരാണ്, നമ്മുടെ കുറെ ബാഗേജ് ഉണ്ട്. അതിന് ഏത് ഇംഗ്ലീഷുകാരന്റെ നടുവിൽ കൊണ്ടിട്ടാലും നമുക്ക് ആ സ്വഭാവങ്ങളൊക്കെ കാണും. നമ്മൾ കൈകൊണ്ടേ കഴിക്കുള്ളൂ. അത് എവിടെയെങ്കിലും ഒളിച്ചും പാത്ത് വരുന്നതായാലും നമുക്ക് കൈകൊണ്ട് കഴിക്കുന്നതാണ് നമ്മുടെ ഒരു സുഖം. അപ്പൊ ആ ബാഗേജ് എല്ലാം പേറിക്കൊണ്ടിരിക്കുന്ന ആളിൽ നിന്ന് ഈ കംപ്ലീറ്റ് ആയിട്ട് പരിശുദ്ധാത്മാ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ താൻ റിന്യൂഡ് ആയതിന്റെ കഥയാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് ഈ പറയുന്ന ഭ്രാന്തെല്ലാം പോയി. എന്ന് പറഞ്ഞാൽ യഹൂദ മതത്തിൻ്റെതായ അടയാളങ്ങൾ എന്നിൽ നിന്ന് ഒന്നൊന്നായിട്ട് പറിച്ചുമായി എന്നെ ക്രിസ്ത്യാനിയാക്കി മാറ്റിയ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. ഇതൊക്കെയാണ് അദ്ദേഹം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, പറയുകയാണ്. തുടർന്നുള്ള ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ ഡീൽ ചെയ്യുന്നതും അത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്ന് ശാബത്തിനെ ആചരിക്കണമെന്നും ആഹാര കാര്യങ്ങളിലുള്ള നിഷ്ഠ, കോഷർ ഫുഡിനെ കുറിച്ചും ഒക്കെ ഏറ്റവും കൂടുതൽ പറയേണ്ട മനുഷ്യൻ, അത് ആചരിച്ച മനുഷ്യൻ അദ്ദേഹം ഇവിടെ പറയുകയാണ്, ആമേൻ, ആ സ്വഭാവങ്ങളിൽ നിന്നൊക്കെ എന്നെ ഞാനാണ് അധികം മുതിരുകയും ചെയ്തു പോകുന്നത്. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ വലിയ ഗൈഡൻസ് ഉള്ള ഒരു വ്യക്തി, അദ്ദേഹത്തെ കർത്താവ് പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്താണ് ഇമ്പോർട്ടൻസ്? അദ്ദേഹമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെ? ഈ വചനങ്ങളൊക്കെ തന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ കർത്താവിന്റെ ദാസനാണ്. ഹല്ലേലൂയ. അപ്പൊ അത്രയും ദൈവത്തിൽ നിന്ന് ഓരോ നിമിഷവും പ്രാപിച്ച് അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം, ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റി ആണെന്നോ പോലും. അതുപോലെ കർത്താവ് അദ്ദേഹത്തെ സഭയുടെ അടിസ്ഥാനങ്ങൾ ഇടാൻ വേണ്ടി അദ്ദേഹത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടറിനലായിട്ടുള്ള എല്ലാ ഇഷ്യൂസും അദ്ദേഹത്തെ കൊണ്ട് കർത്താവ് അറിയിപ്പിക്കുകയും എഴുതിപ്പിക്കുകയും ചെയ്യുകയും. അദ്ദേഹം പറയുകയാണ്, ഇതിന്നതാണോ ഇതിന് പ്രാധാന്യമുണ്ടോ എന്നൊന്നും തന്റെ ചാർച്ചക്കാരോടോ അല്ലെങ്കിൽ തന്റെ ബന്ധുക്കളോടോ അല്ലെങ്കിൽ യെരുശലേമിലുള്ള അപ്പോസ്തലന്മാരോടോ അല്ല അദ്ദേഹം ചോദിക്കുന്നത്, കർത്താവിനോട്. കർത്താവിനോട് ചോദിച്ചിട്ട് അത് പ്രാപിച്ചിട്ട് സഭയ്ക്ക് കൊടുക്കുകയാണ്. അപ്പൊ അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അദ്ദേഹം. എന്റെ വാക്കുകൾ തെറ്റത്തില്ല, എന്റെ കൂടെയുള്ള പരിശുദ്ധാത്മാവ് എന്നെ വഴിതെറ്റിക്കത്തില്ല, സകല സത്യത്തിൽ നടത്തുന്ന പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്ന ഇന്റർപ്രിട്ടേഷൻ കറക്റ്റ് ആണെന്നുള്ള ബോധ്യം അതൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നേരെ അറേബ്യയിലേക്ക് സുവിശേഷവുമായിട്ട് പോകുന്നത്. അദ്ദേഹത്തിന് എന്തോ ഗോസ്പൽ, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഗോസ്പലും ഇല്ല. അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് ആകെപ്പാട് ഓൾഡ് ടെസ്റ്റ്മെന്റ്. ആ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ കൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. ചിലപ്പോൾ ഐശയും
മൈനർ പ്രോഫിറ്റ്സും ഒക്കെ ആയിരിക്കും കർത്താവിനെ കുറിച്ച് ഉള്ള ഭാഗമായിട്ട് അദ്ദേഹം പ്രസംഗിച്ചതും ഒക്കെ. ഹല്ലേലൂയ. എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാർ അവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയും ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക് പോവുകയും ദമാസ്കസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്യും. 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായി പിന്നീടാണ് അദ്ദേഹം ഈ അറബിയിലെല്ലാം പോയി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം 3 വർഷം കഴിഞ്ഞപ്പോ കേഫാവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പത്രോസിന്റെ അറമൈക്ക് നെയ്മാണ് കേഫാവ് എന്ന് പറയുന്നത്. കേഫ 3 ആണ്ട് കഴിഞ്ഞിട്ട് പത്രോസുമായി മുഖപരിചയമാകേണ്ടതിന് യെരുശലേമിലേക്ക് പോയി 15 ദിവസം അവനോടുകൂടെ പാർത്തു. ഈ പാർക്കുന്നതിനൊക്കെ അദ്ദേഹത്തിന് വളരെ വ്യക്തമായ ഉദ്ദേശമുണ്ട്. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ ഹേമിക്കുകയാണ്. ഏത് വലിയ പുള്ളിയോടായാലും തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയാനുള്ള ഒരു ത്വര കർത്താൻദാസൻ പൗലോസിനുണ്ടായി. അദ്ദേഹം പത്രോസിനെക്കാട്ടിൽ വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു സുവിശേഷകനാണ്. അപ്പൊ അങ്ങനെയുള്ള നിലയിൽ പത്രോസിനെയൊക്കെ ഉപദേശിക്കാനൊന്നും അദ്ദേഹത്തിന് പറ്റത്തില്ല. പക്ഷെ സ്റ്റിൽ അദ്ദേഹത്തിലുള്ള ആത്മാവ് അദ്ദേഹം പത്രോസ് ചെയ്യുന്ന തെറ്റിനെ ചൂണ്ടിക്കാണിക്കാനായിട്ട് തയ്യാറാകി. എന്നാൽ കർത്താവിന്റെ സഹോദരൻ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറൊരുത്തനെയും കണ്ടില്ല. ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഭോഷ്കല്ല എന്ന് ദൈവം സാക്ഷി. പിന്നെ ഞാൻ കേഫാവിന്റെ കാര്യം വരുന്നത് 11-ാമത്തെ വാക്യത്തിലാണ്, 2:11. പിന്നെ ഞാൻ സുറിയ കിലിക്കിയ ദിക്കുകളിലേക്ക് പോയി യഹൂദ്യയിലെ ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയം ഇല്ലാത്തവനായിരുന്നു. മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടും. അദ്ദേഹത്തിന്റെ ടോട്ടൽ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് ആണ് നമ്മൾ അവിടെ കാണുന്നത്. കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ. ഹല്ലേലൂയ. നേരത്തെ ഉള്ള മനുഷ്യനിൽ നിന്ന് ഒരു പൂർണ്ണമായ ഒരു 360 ഡിഗ്രി ഒരു ട്രാൻസിഷൻ. ടേണിംഗ് എന്നൊക്കെ പറയത്തില്ലേ, 360 ഡിഗ്രി തിരിയുന്ന ക്യാമറ എന്നൊക്കെ പറയുന്നത് പോലെ കംപ്ലീറ്റ് ഒരു യൂടേൺ ആയിരുന്നു അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. പ്രിയ ദൈവങ്ങളെ, നമ്മളിൽ എന്തെങ്കിലുമൊക്കെ ബാഗേജ്, പഴയ പാരമ്പര്യത്തിന്റെ പഴയതിന്റെ എന്തെങ്കിലുമൊക്കെ പാരമ്പര്യം തമ്മിൽ അലട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വന്തം നമ്മൾ കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുകയും കർത്താവിൽ നിന്ന് ഒരു പൂർണ്ണമായ പരിവർത്തനം നമുക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യണം. സമ്പൂർണമായ പരിവർത്തനം. അവിടെ പറയുന്നത് മുമ്പേ നമ്മെ ഉപദ്രവിച്ചാൽ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മറന്നു. നമ്മളെ കാണുമ്പോ ഹല്ലേലൂയ സ്തോത്രം, നമ്മളിൽ ആ പരിവർത്തനം മനുഷ്യർക്ക് മനസ്സിലാകുവാനായിട്ട് ഇവന് ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് താഴോട്ടുള്ള വേദഭാഗങ്ങളൊക്കെ ഒത്തിരി ഡോക്ടറലായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഡീൽ ചെയ്യുന്ന ഭാഗങ്ങളും ഒക്കെയാണ്. നമുക്ക് തുടർന്ന് പ്രാർത്ഥനയിലേക്ക് കിടക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് എന്തെങ്കിലും ആയിട്ട്